ഹലോ ഗായ്സ്, ആനി എക്സ്പ്ലോഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ക്രോക്കോഡൈൽ വേഴ്സസ് ഡൊഫ്ലമിംഗോ. ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നതെന്നാണ്. മുൻപിട്ട വീഡിയോയിൽ 10ഓളം കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ക്രോക്കോഡൈൽ വേഴ്സസ് ഡൊഫ്ലമിംഗോ ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കാമെന്നാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് ചാനലൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കണം മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം. ആദ്യം തന്നെ നമുക്ക് ഡൊഫ്ലമിംഗോയുടെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റോ നോമി അഥവാ സ്ട്രിങ് എന്ന് പറയുന്ന ഡെയിൽ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് ഡൊഫ്ലമിംഗോക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂസറിന് ഷാർപ്പായിട്ടുള്ള സ്ട്രിങ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ആ ഒരു സ്ട്രിങ്സ് പാരസൈറ്റ് വെച്ച് ഓപ്പോണൻസിനെ ഒരു പപ്പറ്റ് പോലെ അവന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവന് ആ ഒരു ഡെയിൽ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് വെച്ച് ഡ്രസ്റോസ എന്ന് പറയുന്ന കിങ്ഡത്തിനെ ഒരു ബേർഡ് കേജിൽ വരെ ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് ആയാലും അവന് ടെമ്പററി ആയിട്ട് ആ ഒരു സ്ട്രിങ്സ് വെച്ച് ആ ഓർഗൻസിനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്കൈ വാൾക്ക് ഒഫൻസീവ് സ്ട്രിങ്സ് അറ്റാക്ക്, ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ഡൊഫ്ലമിംഗോക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലാക്ക് നൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു സ്ട്രിങ്സ് വെച്ച് ഒരു ക്ലോണിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്യാരക്ടർ ആ ഒരു ഡെയിൽ ഫ്രൂട്ട് അവേക്കൻ ചെയ്ത സമയത്ത് അവന് ചുറ്റുമുള്ള എൻവിറോൺമെന്റ്സ് വരെ അവന് സ്ട്രിങ്സ് ആക്കി മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കോൺഗ്രോസ് ആക്കി, ആർമമെന്റ് ആക്കി, പ്ലസ് ഒബ്സർവേഷൻ ആക്കിയും ഡൊഫ്ലമിംഗോക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ക്രോക്കോഡൈലിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സുനാനോമി അഥവാ സാൻഡ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഡെയിൽ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് ക്രോക്കോഡൈലിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഡെയിൽ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂസറിന് വളരെ വലിയ അളവിൽ സാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും സാൻഡ് കൺട്രോൾ ചെയ്യാനും സ്വയം സാൻഡായി മാറാനായിട്ടും സാധിക്കും. നോർമൽ അറ്റാക്ക് കൊണ്ടൊന്നും ക്രോക്കോഡൈലിന് ഡാമേജ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതായത് ആർമമെന്റ് ആക്കി യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് മാത്രമേ ക്രോക്കോഡൈലിന് ഡാമേജ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ക്രോക്കോഡൈൽ ഏതൊരു ഒബ്ജക്റ്റിനെ തൊട്ടാലും അതിലടങ്ങിയിട്ടുള്ള വാട്ടറിനെ അവന് അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കും. അവൻ നിൽക്കുന്ന സർഫസിലെ വാട്ടറിനെ വരെ അവൻ അബ്സോർവ് ചെയ്ത് ആ ഒരു സ്ഥലം അവന് ഡെസേർട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാൻഡ് സ്റ്റോം, ഡെസേർട്ട് സ്പാഡ, സാൻഡ് ബ്ലേഡ്, അതുപോലെ തന്നെ സാബ്ലെസ്, ഗ്രൗണ്ട് ഡെത്ത് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ക്രോക്കോഡൈലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡെസേർട്ട് സ്പാഡ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് അക്കൈനുവിനെ വരെ അവൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആറോമിൻ്റെ ഹാക്കി പ്ലസ് ഒബ്സർവേഷൻ ആക്കിയും ക്രോക്കോഡൈലിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഫൈറ്റിൽ ആര് വിൻ ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രോക്കോഡൈലിൻ്റെ വീക്ക്നെസ് വാട്ടർ ആണെന്ന് ഡൊഫ്ലമിംഗോ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഡൊഫ്ലമിംഗോ ആയിരിക്കും ഈ ഒരു ഫൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല ഡൊഫ്ലമിംഗോക്ക് ആർമമിനെ ആക്കി വെച്ച് ആ ഒരു സ്ട്രിങ്ങിൽ കോട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ക്രോക്കോഡൈലിന് ഡാമേജ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല കോൺഗ്രസ് ആക്കി യൂസ് ചെയ്യാനായിട്ടും ഡൊഫ്ലമിംഗോക്ക് അറിയാം. ആ ഒരു കോൺഗ്രസ് ആക്കി വെച്ചും നമ്മുടെ ക്രോക്കോഡൈലിനെ വീക്കാക്കാനായിട്ടും ഡൊഫ്ലമിംഗോക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ഡൊഫ്ലമിംഗോ ആയിരിക്കും വിൻ ചെയ്യാനായിട്ട് പോകുന്നത്.